ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് തീ കത്തിക്കാതെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അതും നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മധുരമാണ്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് 1 കപ്പ് പാലാണ്. അപ്പോൾ ഈ പാൽ ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ച് ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അല്പം പിസ്ത എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്. അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് നുറുക്കി അരിയാം, അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിലാണെങ്കിലും അരിയാം. എനിക്ക് തോന്നുന്നു നീളത്തിൽ ഇതുപോലെ അരിയുന്നതാണ് ഇച്ചിരി ഭംഗി. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കാൻ മറന്നതല്ല. നമുക്ക് പാൽപ്പൊടിയിൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഇത് നന്നായി പാൽപ്പൊടിയൊക്കെ ഇതേപോലെ മിക്സായി കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ടും മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കിയപ്പം മധുരം കുറവായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇവിടെ വാനില എസൻസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് എസൻസ് ആണോ ഇഷ്ടം അന്ന് അനുസരിച്ച് ബദാമിൻ്റെയോ റോസ് മിൽക്കിൻ്റെയോ എന്താണെങ്കിലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലുള്ള കാര്യങ്ങളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗൾ എടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഒത്തിരി നമ്മൾ കുറച്ച് നേരമെങ്കിലും ഒരു 20 മിനിറ്റെങ്കിലും പുറത്ത് വെച്ച് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം. മെൽറ്റ് ആക്കരുത്, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതിയാവും. ഇപ്പോൾ ഈ കാണുന്നത് പോലെ. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് പൊടിച്ച് തന്നെ ചേർക്കുന്നതാണ് നല്ലത്. എങ്കിലാണ് ഈ ബട്ടറും ഈ പഞ്ചസാര പൊടിച്ചതും കൂടെ നന്നായിട്ട് മിക്സായി ഒരു പേസ്റ്റ് പരുവത്തിന് ആവത്തുള്ളൂ. നമുക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടതും. കാരണം നമ്മൾ ഇതൊരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പഞ്ചസാര നിങ്ങൾ ഒരു 1/4 കപ്പ് എടുക്കുക. 1/4 കപ്പ് വേണമെന്നില്ല, ഒരു 1/3 കപ്പ് എടുക്കുക. 1/3 കപ്പ് എടുത്തിട്ട് നമ്മുടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു പൊടിയാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കണ്ടോ, ഈ ബട്ടർ ഇച്ചിരി സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ഒരു മിക്സ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് കാണാൻ കണ്ടോ, ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളൊന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത്, ഈ ഒരു പാൽപ്പൊടി, ബട്ടർ, പഞ്ചസാര, കൂട്ടത്തിൽ പാലും കൂടി ഇച്ചിരി ഒഴിക്കാനുണ്ട്. അത് ഞാൻ പറയാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാൽപ്പൊടിയൊക്കെ ഈ ഒരു ബട്ടറിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് പോരാ, നമുക്ക് കുറച്ച് ഇങ്ങനെ ഒരു ബട്ടർ, നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടർ കിട്ടുന്ന ആ ഒരു ഇതിൽ കിട്ടണം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ അതിരിക്കേണ്ടത്. കണ്ടോ, നല്ല ഒരു ക്രീമി ആയിട്ടുള്ള നമ്മൾ ബട്ടർ ക്രീം എന്നൊക്കെ പറയത്തില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനത് കയ്യിലൊന്ന് കാണിക്കാം, അതിൻ്റെ ആ ഒരു എത്രമാത്രം വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, നല്ല ഇങ്ങനെ തൊട്ട് കഴിഞ്ഞൊന്ന് അങ്ങനെ വരുന്ന തരത്തിലുള്ള ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് നമ്മുടെ ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ബ്രെഡാണോ ചേർക്കേണ്ടതെന്നനുസരിച്ച് കൂടുതൽ എണ്ണത്തിൽ അത് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഗ്ലാസ്സാണ്, കാരണം കുഞ്ഞ് വട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരു ബ്രെഡിൽ നിന്ന് 4 കുഞ്ഞ് വട്ടങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ ഇത് ഒരു കുഞ്ഞൊരു വൈനല്ല, കുഞ്ഞൊരു ഷോർട്ട് ഗ്ലാസ് എന്നാണ് പറയുക. അപ്പോൾ അതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ഒരു വലിപ്പത്തിലുള്ള അടപ്പ്, ഏതെങ്കിലും ഒരു ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ ഒരു ടിന്നിൻ്റെ ഒരു അടപ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബ്രെഡിൽ നിന്ന് 4 വട്ടം ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്.
അങ്ങനെ ഞാനിവിടെ 3 ബ്രെഡിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് 4 വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ബ്രെഡ് മുറിച്ചെടുത്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പാലിൻ്റെ മിക്സും അതുപോലെ ഫില്ല് ചെയ്യാനുള്ള ക്രീമും ഇത്രയും കാര്യങ്ങൾ റെഡിയാണ്. അതോടൊപ്പം ഒരു കൊച്ചു പാത്രം നമ്മുടെ പുഡിംഗ് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതൊരു ഗ്ലാസിൻ്റെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബ്രെഡ് ഒരു വട്ടം ആയിട്ടുള്ള ബ്രെഡ് എടുക്കുക. അത് ഈ പാലിൽ ഒന്ന് മുക്കി ജസ്റ്റ് ഒന്ന് മുക്കിയാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് മുങ്ങിക്കെടുക്കണ്ട. അങ്ങനെ കെടുക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുക്കി അതൊന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിൽ ഒരു ക്രീം നമ്മുടെ ബട്ടർ ക്രീം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഒരു സ്പൂൺ എടുത്തിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ബ്രെഡ് പീസ് ഇതേപോലത്തെ ഒരു റൗണ്ട് എടുക്കാം. ഇതും പാലിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞാൽ മതി. ഒത്തിരി അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രെഡ് പൊടിഞ്ഞു പോകും. എന്നിട്ട് ഇതേപോലെ നമ്മുടെ മറ്റേ ഒരു ബ്രെഡിൽ ക്രീം തേച്ച് വെച്ചിട്ട് ബ്രെഡിൽ അതിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് നമ്മുടെ 2 വിരൽ വെച്ചിട്ട് ഇതൊന്ന് സീൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതങ്ങനെ പുറത്തേക്ക് അത് മര്യാദയ്ക്ക് ഒട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അകത്തെ ക്രീം ചിലപ്പോൾ പുറത്തേക്ക് ചാടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ സീൽ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡിൻ്റെ ഒരു പരിപാടി ഇതേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇനി ഒരു കൊച്ചു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡുകളെല്ലാം ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡെല്ലാം ഇതുപോലെ ഒരു പാത്രത്തിനകത്തോട്ട്, അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെർവ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റെസിപ്പിക്ക് ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഒരു കുഴിയുള്ള പാത്രം എടുക്കായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് പാലൊക്കെ ഒഴിക്കുന്നുണ്ട്. അത് വേറെ പാലൊന്നുമല്ല, നമ്മൾ ആദ്യമേ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നട്ട്സും അതുപോലെ പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലുണ്ടല്ലോ, ആ മിക്സാണ് നമ്മൾ ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് ഈ ഒരു പാത്രത്തിനകത്തോട്ട് ബ്രെഡൊക്കെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ആ പാല് ഇതിൻ്റെ മേലൊന്ന് ഒഴിക്കുക എന്നുള്ളതാണ്. ആ നട്ട്സും അതുപോലെ തന്നെ പാലിൻ്റെ അതിനകത്ത് ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പാൽപ്പൊടി, പഞ്ചസാര, വാനില എസൻസ്. നിങ്ങൾക്ക് ഇനി അതല്ല കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പം ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതലാണ് അതിനൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മധുരമാണ്. ഇതൊന്ന് ഒരു സ്പൂൺ വെക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് ഊർന്നു പോകുന്ന തരത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എസൻസോ കളേഴ്സോ ഒക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയും കുറച്ചും കൂടെ വെറൈറ്റിക്ക് ആക്കി എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുന്നു മാത്രം. ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 1 or 2 എടുക്കുക. അതിൻ്റെ മേലെ ഇച്ചിരി അതിൽ നിന്ന് എടുത്ത പാല് ഒരു സ്പൂണിൽ കോരി ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ആ ഒരു ഷുഗർ സിറപ്പ് ഒഴിക്കത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു കാര്യമാണിത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇതിനകത്തുള്ള ക്രീമും അതുപോലെ പാലിൽ മുങ്ങിക്കിടന്നിട്ടുള്ള സോഫ്റ്റ്നെസ് ഒക്കെ ചേർത്ത് സൂപ്പറാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വലിയ കാര്യങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.